അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ എന്ന് പറയുന്നത് ശനി ഞായർ എന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്ര ഉറങ്ങാവോ അത്ര ഉറങ്ങാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് താമസിച്ച് തന്നെ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കർട്ടനെല്ലാം ഒന്ന് പിടിച്ച് മാറ്റിയതിന് ശേഷം കഥമൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നോക്കിയിരുന്നു. ഞാൻ ആ ഫ്രണ്ടിലത്തെ ചെടി മൊത്തം വെട്ടിക്കളഞ്ഞു. അത് നിറച്ച് ആ ചെടിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഫുള്ള് കാണുന്നവർക്കറിയാം, ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം അവിടെ ഏത് ചെടിയാണ് നിന്നതെന്നൊക്കെ. അത് ഫുള്ളാവുന്ന കാരണം ഞാൻ അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ അതുകൊണ്ട് മുറ്റത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര വെട്ടം പോലെയാണ്. അപ്പോൾ നേരെ ഞാൻ പിന്നെ അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് ഇന്നൊരു പരീക്ഷണം ഉണ്ട് കേട്ടോ. ഇന്ന് തലേന്ന് ഞാൻ ഒന്നും ചെയ്തില്ല, കാപ്പിക്കൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തലേന്ന് രാത്രി ഞാനത് കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്നു. അതും തേങ്ങയും സോഡാപ്പൊടിയും മാത്രം ഇട്ട് അരച്ച് ഒരു ചെറിയ ദോശ പോലെ ആക്കിയിടാം എന്ന് വിചാരിക്കുകയാണ്. ചോറും അരയ്ക്കണം അതിൻ്റെ കൂടെ. പക്ഷേ എനിക്ക് ചോറ് ഇരിപ്പില്ലായിരുന്നു അരയ്ക്കാനായിട്ട്. അതുകൊണ്ട് അത് മാത്രമായിട്ടിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചു. അതിനുശേഷം ഞാൻ നേരെ എല്ലാം ഒന്ന് തൂത്ത് വാരാനായിട്ട് കയറി. അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നേരെ വന്ന് കടലക്കറി റെഡിയാക്കി. കടലക്കറി സെറ്റായതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച മാവ് നമ്മുടെ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ പരത്തി ഞാൻ ചുട്ടേക്കുന്നത്. നല്ല ദോശയാണ് കേട്ടോ. പക്ഷേ ചോറും കൂടി അരയ്ക്കാമെങ്കിൽ കുറച്ചും കൂടി മയം കിട്ടുമായിരിക്കും. പക്ഷേ ഇത് മയത്തിന് കുറവൊന്നുമില്ലായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. കടലക്കറിയുമായിട്ട് നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി ചുടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്ന കഴുകാനായിട്ട് കടലക്കറി വെച്ചതും അതേപോലെ ചായ ഇട്ട പാത്രവും അതേപോലെ നമ്മൾ അരച്ച പാത്രവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളെല്ലാം പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ദോശയും ചുടുന്നുണ്ട്. അപ്പോൾ അത് ചുടുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ആകുമ്പോൾ അത് നടക്കുമല്ലോ. അപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടന് വിശക്കുന്നു എന്ന് പറഞ്ഞ കാരണം ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാം എന്ന് വിചാരിച്ചു. വിച്ച് ഇതേവരെ എണ്ണീറ്റിട്ടില്ല. അപ്പോൾ ഉണ്ണിക്കുട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ദോശയും കടലക്കറിയുമായിട്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം അവന് പിന്നെ വാരി കൊടുക്കണമെന്ന് പറഞ്ഞ കാരണം ഇന്ന് വാരി കൊടുത്തതിന് ശേഷം ഞാൻ വന്ന് കുറച്ച് അയില ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വറുത്തതിന് ശേഷം ഒരു ചെറിയൊരു തേങ്ങ അരച്ച്, നമ്മുടെ മീൻ അരയ്ക്കുന്ന പോലെ തേങ്ങ അരച്ച് പുളി വെക്കുന്നത് എല്ലാവർക്കും അറിയാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പുളി ഇത് ഇത്രയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ കടുക് വറുത്ത് അതിലേക്ക് കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ശേഷം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ അരച്ചത് ഒഴിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ബൈ.